പാടി വരുമല്ലോ. ആ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ തന്നെത്താനെ വന്നാ മതി. അതിന് ആളും അർത്ഥത്തിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ല ഏട്ടാ, ഞാൻ വരുന്നില്ല. വിളിച്ചോണ്ട് വന്നത് തന്നെ എന്റെ വലിയ ഭർത്താവ് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. പ്രശ്നം? ഓ, ഇനി മാറ്റി നിർത്തി പറയാനായിരിക്കും. കാണിച്ചു കൊടുക്കാനാ. കണ്ട കാണ്, ഇതിന് ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടോ? നീ പറ. ഒരു കലം ചോറ് അവിടെ കരിച്ച് പുകച്ചു വെച്ചേക്കുന്നത്. ഏട്ടാ, ഒരു അബദ്ധം പറ്റിയതെന്ന് ഞാനൊരു 10,000 പ്രാവശ്യം പറഞ്ഞു. കഞ്ഞിയൊക്കെ കുറച്ചാണോ അബദ്ധം പറ്റുന്നത്? കണ്ണുരുട്ടി മനുഷ്യനെ പേടിപ്പിക്കാനും വേണ്ട. എനിക്കും അറിയാം കണ്ണുരുട്ടാനായിട്ട്. അയ്യോ, അവള് ചെയ്ത് തെറ്റ് ചെയ്തത് പോലെ അവളൊന്നും ന്യായീകരിക്കുന്നുണ്ടോ? ഞാൻ ആരെ ന്യായീകരിച്ചൊന്നുമില്ല. ഞാൻ അപ്പൊ പറയണേ ഏട്ടാ, എല്ലാ കാര്യത്തിനും എന്നെ സുരക്ഷേച്ചനെ വിളിക്കാം. എല്ലാ കാര്യത്തിനും മിണ്ടരുത് നീ. ഞാൻ പറയാൻ നീ സംസാരിക്കരുത്. എന്നെ കുഴപ്പം? എന്താ കുഴപ്പമെന്ന് ഞാൻ കണ്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. മനുഷ്യൻ മനസമാധാനത്തിന് വേണ്ടിയാണ് വീട്ടിൽ കയറി വരുന്നത്. വീട്ടിൽ സമാധാനം അല്ലെങ്കിൽ അവിടെ ഏമാമാരെ അങ്ങോട്ടടി ഇങ്ങോട്ടടി പോരുന്നും എന്താടി ചുണ്ടിട്ട് പറഞ്ഞത്? ചുണ്ടൊരിക്കലും അടങ്ങിയിരിക്കുന്നു. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോണ്ട് ഞാൻ മിണ്ടരുത്. നീ ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട് കേട്ടാ. ഒരു കൊച്ചു വളർന്നവരെ അപ്പുറത്തോണ്ട് രണ്ടെണ്ണം എല്ലാവരും നിങ്ങളെ കണ്ടാ വളർന്നത്. പിന്നെ കൊച്ചുങ്ങൾ വഴുതിട്ട് പോയിട്ട് വടക്കുണ്ടാക്കിയിട്ട് നിങ്ങൾ പിന്നെ പരാതി പറയരുത്. നമ്മളെ കണ്ടാ നമ്മളെ മക്കൾ പഠിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞങ്ങ് തീർക്കണം. തീർപ്പിയാണ് ഞാൻ വന്നത്. അപ്പൊ എന്റെ ചെവി അടിച്ചു പഠിച്ചില്ല നിങ്ങള്. ഈ നാട്ടുകാരങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിടെ കുറ്റം പറയാമല്ലോ. അങ്ങനെ ബോധമില്ലെന്ന് നമുക്ക് ബോധമുണ്ടാ? ഇനി രണ്ടെണ്ണത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കരുത്. കൈയോടെ കൈ നീട്ട്. കൈയോടെ നിന്റെ പ്രത്യേകം പറയണോ? പിടി. പിന്നെന്താ അവള് നീട്ടിയാല്? നീട്ടി. ആ പിടി. പ്രശ്നം തീർന്നേ. ഇന്നത്തോടെ തീർത്തോളൂ ഈ പരിപാടി. ഇപ്പോ മനുഷ്യനല്ലേ, ഇപ്പൊ ഫോണൊക്കെ വന്ന് അത്യാവശ്യമുള്ള ഫോണൊക്കെ ആണെങ്കിൽ ചിലപ്പോ കഞ്ഞി അടുപ്പത്തിരിക്കണ ആരും മറന്നു പോകും. ഒരു കലം ചോറൊക്കെ കരിച്ചാ ആരാണെങ്കിലും കണ്ണു പൊട്ടണ ചീത്ത വിളിക്കും. അതിന് ഈ ഏട്ടൻ കിടന്ന് ഇങ്ങനെ തുള്ളേണ്ട കാര്യമുണ്ട്? അഹങ്കാരം അല്ലാതെ എന്തുവാ? അവനൊക്കെ ഇവിടെ കിടന്ന് കേൾപ്പിക്കണ ഒച്ചപ്പാടോ? നമ്മൾ ഇച്ചിരി വർത്താനം പറഞ്ഞാണ് ഈ കിടന്ന് ധനപ്പെട്ടത്. പ്രശ്നം അഹങ്കാരി. പിന്നെ വരട്ടെ ഇങ്ങോട്ട്. മറന്നുപോയല്ലേ മാമി? അത് പറഞ്ഞല്ലോ മറന്നുപോയെന്ന്. പണ്ടൊക്കെ പിന്നെ ആയിരുന്നു. ഇപ്പൊ കൈയോടെ കൊടുക്കും ദൈവം. അന്ന് ഞാൻ എൻ്റെ എച്ചിപ്പാത്രം കഴുകി വെച്ചില്ലോ എന്ന് പറഞ്ഞ് 2 കൂടെ എന്തുവായിരുന്നു? അന്ന് ഞാനെത്തിരി അതൊന്ന് മറന്നു പോയതിന് എന്നെ പൊരിച്ചില്ലേ? ഇപ്പം മനസ്സിലായിക്കോണം, മറവി എല്ലാവർക്കും ഉണ്ടാവും. അതൊരു സാധാരണ കാര്യമാണേ. മനസ്സിലായല്ലോ ഇപ്പോൾ? അത് പിള്ളേർക്ക് പാടില്ല. വലിയ ആൾക്കാരെ പോലെ അല്ല പിള്ളേര് നിലത്ത് നിന്ന് വളരണം. നീ എന്തിനാണ് അവളെ ചോദ്യം ചെയ്യേണ്ടത്? നീ അവളെ ചോദ്യം ചെയ്യാനായിട്ടില്ല. കറക്റ്റ്. പോയി കൊച്ചിനെ നോക്കടി. ചെല്ലി പോ. എന്റെ പൊന്നോ. മൂളലേടി. അട ഉണ്ടാക്കിയാ ഒരെണ്ണം തരുമോ?